والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن وعد الله حق ولا تغرنكم الحياة الدنيا ولا يغرنكم بالله. صدق الله العلي العظيم. كنت نهيتكم عن زيارة القبور فزوروها فإنها تذكر الآخرة. صدق رسول الله. بكى كل باك من صروف زمانه فقد قل من يبكي على وحشة من يقضى صبر على ما يصيب فما لي على الأغلال والنار من صبري. ذقت مرارات المطاعم كلها فلم أر في الدنيا أمر من الفقر. ولا تحسبن الفقر فقرا من الغنى ولكن فقر الدين من أعلم الفقر. يا أمة سيدنا محمد. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള വലിയ വലിയ നേതാക്കളായ നമ്മുടെ നേതൃത്വങ്ങളായ സാദാത്യങ്ങൾ, ആദരവുള്ള ഉസ്താദന്മാർ, നാട്ടുനേതാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ സദസ്സ് അല്ലാഹു നമ്മളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ വന്നെത്തിയ എല്ലാ ഓരോരുത്തരുടെയും എല്ലാ തരത്തിലുള്ള ഹലാലായ മുറാദുകൾ, ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഓരോരുത്തരെയും ശാരീരികവും മാനസികമായ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മൾക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത്, ബലാ, മുസീബാത്തുകളെ തൊട്ട് നമ്മളെല്ലാവരെയും അല്ലാഹു കാത്തു സലാമത്തിലാക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഒരു ദീർഘമായ ഒരു സ്വാഗത പ്രസംഗം പറയാൻ, ഉദ്ഘാടന പ്രസംഗം പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല. ധാരാളം ഇവിടെ സംസാരിക്കാൻ വേണ്ടി വലുതായിരിക്കുന്ന ആലിമീകളും സാദാത്യക്കളും ഇവിടെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് കരിമത്ത് മാത്രം സംസാരിച്ച് നിർത്താൻ പോവാണ്. ഇന്ന് നമ്മൾക്ക് വലിയ ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള ഒരു സന്ദർഭമാണ്. അതായത് നമ്മുടെ വലുതായിരിക്കുന്ന ഒരു നേതൃത്വമായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഖുറത്തു സാദാത്ത് തങ്ങൾ നവറല്ലാഹു ഖബ്റഹു, അദ്ദേഹം നമ്മുടെ ഇടയിൽ ജീവിച്ച് എല്ലാവരുടെയും സ്നേഹം, മഹബത്ത് പിടിച്ചു പറ്റിയ ആളാണ്. വളരെയധികം ആദരവോടുകൂടി ജനങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഒരുപാട് മഹല്ലത്തുകളുടെ അകത്ത് നേതൃത്വം ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രം കൊണ്ടിട്ടും ഊത്തുകൊണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ദുആ കൊണ്ടിട്ടും എത്രയോ ആയിരക്കണക്കിനുള്ള ജനങ്ങൾക്ക് ഫലം കിട്ടിയതായ അനുഭവങ്ങൾ ജനങ്ങൾ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന വലിയൊരു മഹാനാണ് നമ്മൾ വിട്ടുപിരിഞ്ഞ് ഒരു കൊല്ലം തികഞ്ഞു. ഇതിൻ്റെ ആണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നിവിടെ നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇവിടുത്തെ മക്കാം ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാനുള്ളത്, ബഹുമാനപ്പെട്ടവരെ മനസ്സിൽ ഹാജരാക്കിയിട്ട് നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മൾക്കെല്ലാം നമ്മളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സിയാറത്ത് തന്നെ നിശ്ചയിച്ചത് ഈ സമുദായത്തിലേക്ക് അത്
ഔലിയാക്കന്മാരാവട്ടെ അല്ലാത്ത മുഅ്മിനീങ്ങളാവട്ടെ ആരായെങ്കിലും അത് വലിയ നേട്ടമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി, ഒരു കാലം നിങ്ങളെ ഞാൻ സിയാറത്തിനെ നിഷേധിച്ചിരുന്നു. അതായത് ജാഹിലിയായ കാലത്തിനോടടുത്ത സന്ദർഭത്തിൻ്റെ അകത്ത് ജാഹിലിയാക്കളായ ആൾക്കാരും യഹൂദി നസാറ പോലെയുള്ളതായിരിക്കുന്ന കിതാബിൻ്റെ ഹരികാരെല്ലാം അവർക്കും സിയാറത്തുണ്ടായിരുന്നു. അവർ അമ്പിയാക്കന്മാരെല്ലാം ഖബറുകളെല്ലാം പള്ളിയാക്കിയിട്ട് അവിടെ അവർ നിസ്കരിച്ചുകൊണ്ടും താമസിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഈ നിരക്കുള്ള സ്വഭാവം വന്നു പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ ആദ്യകാലത്തിൻ്റെ അകത്ത് ആരും സിയാറത്തിന് പോകണ്ട എന്ന് പറഞ്ഞിരുന്നു. പിന്നെല്ലാം സ്വഹാബത്തിൻ്റെ കൽബിൻ്റെ അകത്ത് ഇസ്ലാമും ഈമാനും എല്ലാം നല്ലപോലെ ഉറച്ചതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി, ഒരിക്കൽ ഞാൻ നിങ്ങളോട് സിയാറത്തിന് നിങ്ങളാരും പോകണ്ട എന്ന് ഞാൻ വിരോധിച്ചിരുന്നു. ഫസൂറുഹ, ഇനി മുതൽക്ക് നിങ്ങൾ സിയാറത്തിന് പോയിക്കൊണ്ട് നിങ്ങൾക്കെല്ലാം ആ ജാഹിലിയത്തെല്ലാം പിന്നെ നിങ്ങൾക്ക് എനിക്ക് മറക്കുന്ന കാലമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ വെച്ച് പറഞ്ഞതാണ്, അൽ ജാഹിലിയത്തു തഖദമി, ഈ ബെഡിത്തരം ജഹിരിത്തരം എന്നുള്ളത് അത് എൻ്റെ കാലിൻ്റെ അടിയിലാണ്, ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിലാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തിന് പൊന്താനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈമാനും ഇസ്ലാമെല്ലാം നിറഞ്ഞ വർച്ചതായിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞത് എന്താണ്, നിങ്ങൾ സിയാറത്ത് ചെയ്തോടെ കേട്ടോ, എന്ത് തടസ്സമില്ല. എന്താ അതിനാലുള്ള നേട്ടം? ഫൈന്നഹാ തുദക്കിറുൽ ആഖിറ, അത് നിങ്ങളുടെ ആഖിറത്തിനെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ആഖിറത്തിനെ നിങ്ങൾക്ക് ഭയഭക്തി ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് സിയാറത്ത്. ഒരു വിരിവായത്തിൻ്റെ അകത്തുണ്ട്, തുസ്ഹിദുക്കും ഫിൽ ദുന്യ, ദുന്യാവിനോടുള്ളതായിരിക്കുന്ന മോഹം ആഗ്രഹം അത് ഇല്ലാണ്ടാക്കിക്കളയും, സുഹൃതാക്കിക്കളയും. ദുന്യാവിൻ്റെ അകത്ത് ദുന്യാവുണ്ടാകുന്നതിന് കുഴപ്പമില്ല, ദുന്യാവിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന അതിനോടുള്ള മോഹം അലച്ച ഇത് അത് ഇല്ലാണ്ടാക്കിക്കളയും. പ്രിയമുള്ള മുഅ്മിനുകളെ, സഹോദരന്മാരെ, വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ആൾക്കാർക്ക് അവൻ്റെ ഫള് കൊണ്ട് അവൻ സൗജന്യമായിട്ട് വിലായത്ത് കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അമ്പിയാക്കന്മാരുടെ പാദങ്ങളോട് തുടർന്നുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന കൂട്ടരാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന അള്ളാഹിൻ്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അവർ ഇവിടെ കുറേ ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഫുഖറായിട്ട് ഒരു നിരക്ക് അവരെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് വിലായത്ത് ഉള്ളതോടുകൂടി അവർക്ക് രാജസ്ഥാനം കൊടുത്തിട്ടുണ്ട്. വലിയ രാജസ്ഥാനം കൊടുത്തിട്ട് അവർക്ക് വിലായത്ത് കൊടുത്തിട്ട് അവർ അവിടെ എന്താക്കിയിട്ടുണ്ട്, ദീനിൻ്റെ സേവനം അവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ആൾക്കാർ, രാജസ്ഥാനത്തിലുള്ള ആൾ അവർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. രാജസ്ഥാനം വിട്ടിട്ട് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ ആരിഫീങ്ങളുടെ വഴിയിൽ അവർ കടന്നിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ധാരാളമുള്ള ആളാണ്. അതെല്ലാം ഓരോന്നെടുത്ത് പറയുമ്പോൾ നൂറുകണക്കിലുള്ള സംഭവങ്ങളുണ്ട്. അതൊന്നും ഇവിടെ പറയുന്ന ഒരു സന്ദർഭം ഇതല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ കിടക്കുന്നില്ല. മഹാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഹിജ്റൻ്റെ 162 വഫാത്തായ മഹാനാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെ സിൽസില പരിശോധിച്ചാൽ ആ സനദിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ടവരെ കാണും. റഈസു സാഹിദീൻ, സാഹിദീങ്ങളുടെ തലവനായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ദുന്യാവ് വെടിഞ്ഞതായിരിക്കുന്ന ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ട്. വിലായത്തിൻ്റെ ഒരു ഘടകമാണ് സുഹൂദ് എന്ന് പറയുന്നത്. ഇത് എല്ലാ സാഹിദീങ്ങൾക്കും ഔലിയാക്കന്മാരുടെ തലവനായിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അവർ ഒരു സന്ദർഭത്തിൻ്റെ അകത്ത് രാജാവായതോട് രാജാവിൻ്റെ ഒരു മകനും കൂടിയിട്ടാണ് ഒരു വേട്ടയാടാൻ പോയ സന്ദർഭത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വേട്ടൻ്റെ സമയത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ഒരു പിടിവാളം കേട്ടത് ഒരു വിളിച്ചു പറയുന്നതായിട്ട് കേട്ടു. അഫഹസിബ്തും അന്നം ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വെറുതാവിലായിട്ട് പഠിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ട്. മൂപ്പർക്ക് ഒരു മാന് കണ്ട്, അല്ല ഇവർ പിന്നെ കൊമ്പം കണ്ട് അതിൻ്റെ ബയ്യെന്ന്
ഓടിച്ചുകൊണ്ട് പോന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തിലാണ് ഈ വാക്ക് മുമ്പ് കേൾക്കുന്നത്. ഇതാണ് ഇലാഹിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളെ അവർക്കൊരു ഹൈറായ മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചാൽ പലതും അവർക്ക് കാണിച്ചു കൊടുക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഈ ആയത്ത് മൂപ്പർക്ക് കേട്ടു. വേറെയും പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ് പറഞ്ഞത്. എന്ത്, നിങ്ങൾ വെറുതാവിലായിട്ട് പഠിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? വന്നക്കുമിരീന ലാ തുർജഊൻ, ഞങ്ങൾ നിങ്ങളൊക്കെയും നമ്മളിലേക്ക് മടക്കുകയില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഉള്ള ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം തൻ്റെ കയറിയതായിരിക്കുന്ന സവാരി ചെയ്യുന്ന കുതിരയിൽ നിന്നിട്ട് ഇറങ്ങി അദ്ദേഹത്തിന് കിളതായിരിക്കുന്ന വേട്ട നിർത്തി, ഞാൻ ബർദാവിലായിട്ട് എന്നെ പഠിച്ചതല്ല, എന്നെ ആ പഠിച്ചതിൻ്റെ അകത്ത് കാര്യമുണ്ട്, ലക്ഷ്യമുണ്ട്, അതായത് ഈ ദുന്യാവല്ല. അതുകൊണ്ട് മൂപ്പർ എന്താക്കി ഇറങ്ങിയിട്ട് തൻ്റെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അവിടെ ഒരു ബാപ്പൻ്റെ ഒട്ടകം മേയ്ക്കുന്ന ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് അവൻ്റെ ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് സ്വന്തം ധരിച്ചിട്ട് മൂപ്പർ ഇറങ്ങിപ്പോയി. പോയതെവിടെ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വലിയ അന്നത്തെ കാലത്തുള്ള ഹിജ്റൻ്റെ 200 അപ്പോൾ ധാരാളം വിലായത്തിൻ്റെ ഹരികളുള്ള കാലമാണ്. ആ സമയത്തിൻ്റെ അകത്ത് അവരെ കാണാനും സമീപിക്കാനും അവരെ കൊണ്ട് അവരെ തരീക്കത്ത് വാങ്ങാനും എല്ലാം പോയി. അങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിനൊക്കെ ഭാര്യമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ടാണ് മൂപ്പര് ഒറ്റക്ക് സഞ്ചരിച്ചത്. ലോകൊട്ടാകെ സഞ്ചരിച്ചു, ധാരാളം രാജ്യത്തിലെല്ലാം പോയി കടന്നു. അവസാനം വന്നിട്ട് മക്കയിലേക്ക് എത്തിയിട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ ഇയാൾ പണ്ട് നാട്ടിൽ നിന്ന് വരുന്ന സമയത്തിൻ്റെ അകത്ത് വഹിച്ചു വിട്ട് വന്നതായിരിക്കുന്ന മക്കളെ കൂട്ടത്തിൻ്റെ അകത്ത് ഒരു മകൻ അവിടെ കണ്ടു. ഹറമിൽ വെച്ചിട്ട് കണ്ടപ്പോൾ മൂപ്പർക്ക് തിരിഞ്ഞ് കുർത്തം കിട്ടിയത്. അയാൾക്ക് മകനക്ക് തിരിഞ്ഞിട്ടില്ല, മൂപ്പർക്ക് അറിഞ്ഞു. മൂപ്പരെങ്ങനെ ആ മോങ്ങനെന്നെ കുറേ നേരം നോക്കിയിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്നിട്ട് വെള്ളം ഒലിപ്പിച്ചു. അപ്പം കൂടെ ഉള്ളതായിരിക്കുന്ന ആൾക്കാർ മുരീദന്മാരെല്ലാം വിചാരിച്ച് എന്താ ഇപ്പം ഈ കൽബ് മൂപ്പരുടെ എല്ലാം ദുന്യാവിനെ പിടിഞ്ഞ ആളാണല്ലോ, കൽബ് സുഖലായിപ്പോയോ, എന്താണ് സംഭവം, ഇതൊന്നും തിരിയുന്നില്ല. ചോദിച്ചു മൂപ്പരോട് എന്താണ് സംഭവം, എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ പറഞ്ഞ് ഒന്നുമല്ല, അത് ആ കാണുന്നത് എൻ്റെ മകനാണ്. ഇത് ഞാൻ വരുന്ന സമയത്തിനകത്ത് വഹിച്ചിട്ട് അന്ന് ചെറിയ കുട്ടിയാണ്, ഇന്ന് വലിയ ആളായിട്ടുണ്ട്, ഭാര്യക്കാരനായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി മകൻ്റെ അടുത്ത് ഞാൻ പോകുന്നില്ല, ഞാൻ എല്ലാം വിട്ടിട്ട് വന്ന ആളാണ്, ഇനി രണ്ടാമത് തിരിച്ചു പോകുന്നില്ല. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ ഇയാല ലകൈ അറാക ഫലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബാ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട് പറഞ്ഞതാണ്. പടച്ചവനോട് പറയും, പടച്ചവനെ എൻ്റെ മകനാണിത് കാണുന്നത്, പക്ഷേ ഞാൻ പോകുന്നില്ല. നിൻ്റെ സ്നേഹം, നിൻ്റെ മഹബത്ത് എൻ്റെ കൽബിൻ്റെ സ്വരം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഒരു പടപ്പുകളിലുള്ളതരയ്ക്കുന്ന സ്നേഹത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ മകനാണെങ്കിലും ഞാൻ മകനോടുടെ അടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തറക്തുൽ ഖൽഖ, പടപ്പുകളെല്ലാം ഞാൻ വഹിച്ചിട്ടുണ്ട്. നിൻ്റെ നിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ഞാൻ ഇതെല്ലാം വിട്ടുവന്നത്, രാജസ്ഥാനം വിട്ടുവന്നതും ഭാര്യ മക്കളെല്ലാം. വൈതംതുൽ ഇയാല, എൻ്റെ മക്കളെല്ലാം യതീമിങ്ങളെ പോലെയാക്കി, ഭർത്താവില്ലാത്ത ഭാര്യനെ പോലെയാക്കി. ഈ നിരക്ക് ഞാൻ പുറപ്പെട്ടു വന്ന ആളാണ്. ഫലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബാ, യേ അല്ലാഹ്, നീ എന്നെ നിൻ്റെ സ്നേഹത്തിലായിട്ട് എൻ്റെ അംഗങ്ങളെല്ലാം തുണ്ടായിട്ട് മുറിച്ചെങ്കിലും ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക, നിൻ്റെ ഭാഗത്തിലേക്കല്ലാതെ അത് തിരിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, വിലായത്തിൻ്റെ ഹരികാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാക്കന്മാരായ ആൾക്കാർക്ക് വിലായത്ത് കൊടുത്ത സംഭവം ഒരുപാട് ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താൻ ബാസിഖ് തങ്ങളെപ്പോലെ അതുപോലെയുള്ളതായിരിക്കുന്ന ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്. വിലായത്തിൽ നിന്ന് അവർ വിലായത്ത് അല്ലാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവരെ രാജസ്ഥാനത്തിൻ്റെ താഴേക്കിറക്കിയവരും ആൾക്കാർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളതായിരിക്കുന്ന വലുതായിരിക്കുന്ന മഹാന്മാർ ഈ നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ദീനും ദുന്യാവും ആഖിറവും അല്ലാഹു വിജയമാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നമ്മുടെ നേതൃത്വമായ ഖുറത്ത് സാദത്ത് തങ്ങളുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സുഖമാക്കി തരുമാറാകട്ടെ. അവരെയും നമ്മളെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ ഖുർആൻ ആയത്തുകൊണ്ട്
യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാ ആൾക്കാരും എനിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ പ്രകാശ